ഈ ഒരു അന്വേഷണ ഏജൻസിയെ വെറുപ്പിച്ചുകൊണ്ടുള്ളൊരു കളി കളിക്കുന്നത് നല്ല കളിയല്ല. അവർ ഡെപ്തിലേക്ക് ഇനി അന്വേഷിക്കും. അപ്പം ഒരു സഹകരിച്ച് പോകുന്നതാണ് എപ്പോഴും കള്ളനെ സംബന്ധിച്ച് പോലീസുകാരനുമായിട്ട് സഹകരിച്ച് പോകുന്നതാണ് കള്ളന് നല്ലത്. അതാണല്ലോ കള്ളൻ്റെ തിയറി. അപ്പോൾ അതുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും എന്നല്ലെങ്കിൽ പത്മകുമാർ കീഴടങ്ങേണ്ടി വരും. രണ്ടിലൊന്ന് ചെല്ലേണ്ടി വരും. രണ്ടിലൊന്ന് നടക്കും. ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോറ്റി ആയിരിക്കും ആദ്യമായി പോറ്റിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിൽക്കും. ഇതല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ നിഷേധിച്ചല്ലോ. അയാൾ ചാനലുകാരെയൊക്കെ അടിച്ചു ആട്ടി ഓടിച്ചു, അയാൾ തന്നെ നിഷേധിച്ചു. അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നില്ല, കറങ്ങി വാസുവിലെത്തി. വാസുവിലെത്ത സ്ഥിതിക്കുള്ള ഗുണം എന്താണ്? ഇനി പത്മകുമാർ ചെറിയ ആളാണ്, വാസുവാണ് വലിയ ആള്. പത്മകുമാർ നിങ്ങൾ ശ്രീത്ത് പറഞ്ഞനുസരിച്ച് 2 കാര്യങ്ങളോടെ ഉണ്ട്. MLA ആയിരുന്നു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കോന്നി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. മാന്യനായ കോന്നി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. CPM മാന്യനായ നേതാവായിരുന്നു. എപ്പോഴാണ് ഇദ്ദേഹം ഈ കള്ളനായതെന്ന് നമുക്കറിയുന്നുകൂടാ. വളരെ മാന്യനായ നേതാവായിരുന്നു. ഞാൻ പഞ്ചായത്തിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ഉള്ളപ്പോൾ ക്ലാസ് എടുക്കാനൊക്കെ പോയി, സെമിനാറിനൊക്കെ പോയി. ഞങ്ങൾ നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം. പിന്നെ ഞാൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുള്ളി MLA ഒക്കെ ആയി വേറെ മേഖലയിൽ പോയതിനു ബന്ധമില്ലാത്ത. അപ്പോൾ മാന്യനായൊരു CPM നേതാവായിരുന്നു. CPM എളുപ്പമല്ലല്ലോ അഴിമതി. ഈ പറയുന്നവർക്ക് വ്യാപകമായ അഴിമതി നടത്തി CPM നിൽക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രയാസമാണല്ലോ. പക്ഷേ എന്നിട്ടും പത്മകുമാർ നിന്നു. അയാൾ വിശ്വാസി അല്ലാതിരുന്നിട്ടും ഇത് ഏറ്റെടുത്തു. അയാളുടെ കുടുംബത്തിൽ ആരോ അമ്മുമ്മയോ ആരോ അവിടെ ചെറിയ ബന്ധം എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് പുള്ളി അന്ന് ന്യായം പറഞ്ഞത്. അപ്പോൾ അമ്മൂമ്മയ്ക്കോ അപ്പൂപ്പനോ ആർക്കോ അമ്മൂമ്മയ്ക്ക് എന്തോ ബന്ധമുണ്ടെന്നോ ഹരിവരാസന് അല്ല അവിടെ എന്തോ പാട്ട് എഴുതിയെന്നോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.